വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ആക്രമിച്ച് ബന്ദിയാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സിപിഐ ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധ യോഗം സിപിഐ ജില്ലാ നിർവാഹക സമിതി അംഗം പി മണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ശിവൻ, കെ എസ് ബൈജു, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, AIYF ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിപിൻ എന്നിവർ പ്രസംഗിച്ചു. സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KS പ്രസാദ് സ്വാഗതവും KS ബൈജു നന്ദിയും പറഞ്ഞു. അമേരിക്കൻ സാമ്രാജ്യത്വം അതിൻ്റെ അഴിഞ്ഞാട്ടം ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നലെ സ്വതന്ത്ര പരമാധികാര രാജ്യമായ വെനിസ്വേലയിലെ പ്രസിഡന്റിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും സ്വന്തം കിടപ്പറയിൽ പോലും കിടക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അവരെ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ഭരണാധികാരിയെ കണ്ണുകെട്ടി കയ്യുകെട്ടി തൻ്റെ വിദേശ രാജ്യത്തേക്ക് പറപ്പിച്ച് അവിടെ തടങ്കലിൽ പാർപ്പിക്കുന്ന ഒരവസ്ഥയ്ക്കെതിരെ ലോകവ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ തിരുമുറ്റത്തുള്ള രാജ്യമാണ് വെനിസ്വേല എന്നുള്ളത്. നമ്മുടെ കേരളത്തിനേക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു കൊച്ചു രാജ്യം, 3 കോടിയോളം ജനങ്ങൾ വസിക്കുന്ന ഒരു കൊച്ചു രാജ്യം. 1998 മുതൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാൽ പുരോഗമനവാദികളാൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിനകത്താണ് അമേരിക്ക 1999 ശേഷമുള്ള ചില കിരാത വാഴ്ചകൾ വീണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ചതിൻ്റെ ഭാഗമായി വെനിസ്വേലയിലേക്ക് കയറിയിട്ടുള്ളത്.